സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അങ്ങനെയൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ഇപ്പോഴത്തെ പുതിയ പോരിനുള്ള കാരണം എന്നതാണ് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എല്ലാവരും ചോദിക്കുന്നത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോഴും എന്ത് നിലപാടാണോ പിണറായി സർക്കാർ സ്വീകരിച്ചത് അത് തന്നെയാണ് ആർലേക്കറോടും കാണിക്കുന്നത്. ആർലേക്കർ തുടക്കത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഹണിമൂണൊക്കെ ഉണ്ടായിരുന്നു. ഹണിമൂൺ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് തുറന്ന പോരിലേക്ക് മാറി. ആർലേക്കർക്കെതിരെ SFI രംഗത്ത് വരുന്നു. ഗവർണർ BJP ആകുന്നു, കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് അങ്ങനെ സർക്കാരും SFIയും തമ്മിൽ വീണ്ടും കൊമ്പ് കോർത്തു. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പ് മുടക്കുന്നു, ഒരുപാട് സാമ്പത്തിക നഷ്ടം സർക്കാരിനുണ്ടാവുന്നു. SFI തന്നെ ഇതൊക്കെ വരുത്തി വയ്ക്കുന്നു. സർക്കാരിൻ്റെ തന്നെ സംഘടനയാണ് എന്നുള്ളതാണ്, വിദ്യാർത്ഥി സംഘടനയാണ് എന്നുള്ളതാണ്. SFIയെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണക്കേട് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നിരവധി ഗുണക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് ഈ ക്യാമ്പസുകളിൽ കൃത്യമായ രാഷ്ട്രീയം അവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവർക്ക് ക്യാമ്പസുകൾ പിടിച്ചെടുക്കുക, അവിടെ ജനാധിപത്യം ഉണ്ടാവുക, അതായത് കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ, അവർക്ക് പഠിക്കാനുള്ള കൃത്യമായ അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഇതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. അവിടെ ഞങ്ങളുടെ രാഷ്ട്രീയം എങ്ങനെ വേരുറപ്പിക്കാൻ കഴിയുമെന്നാണ് SFI നോക്കുന്നത്. സിദ്ധാർത്ഥിനെയൊക്കെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നൊന്നും നമ്മളിനി പറയണ്ട. കാരണം അതൊക്കെ കേട്ടാൽ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന വേദന എങ്ങനെയാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഏക മകനായ സിദ്ധാർത്ഥിനെ വെള്ളം പോലും കൊടുക്കാതെയാണ് SFI ക്രൂരമായി 4 ദിവസം ഇട്ട് കൊന്നു തീർത്തത് എന്നുള്ളതാണ്. എന്നിട്ട് ഇവന്മാർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ സംരക്ഷിക്കാനുണ്ട് എങ്കിൽ, സഹാക്കന്മാർ സംരക്ഷിക്കാനുണ്ട് എങ്കിൽ SFIക്ക് കേരളത്തിൽ എന്തഴിഞ്ഞാട്ടവും നടത്താം എന്നതിൻ്റെ തെളിവ് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ പ്രധാന പ്രശ്നം ആർലേക്കറും പിണറായിയുമാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, CPMനെതിരെ നിർണായക നീക്കവുമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ. CPMന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ AKG പഠന ഗവേഷണ കേന്ദ്രം, അതായത് പഴയ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമി, 40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണെന്ന പരാതി വീണ്ടും സജീവമാക്കും. ഈ ഭൂമി പിടിച്ചെടുക്കാൻ നിയമ പോരാട്ടവും നടത്തും. വിഷയം സംബന്ധിച്ച് സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും പരിശോധിക്കും. അതിനുശേഷം ചാൻസലർ കൂടിയായ ഗവർണർക്ക് റിപ്പോർട്ട് നൽകും. ഭൂമി പ്രശ്നം സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ VCയോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഏറെ കാലം മുതലുള്ള വിവാദമാണ് ഇത്. എന്നാൽ ഇപ്പോഴാണ് ഇതിലെ രേഖകൾ പുറത്തു വന്നത്. ഭൂമി ഇടപാടിലെ അസ്വാഭാവികതകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖയും പുറത്തു വന്നിട്ടുണ്ട്. 1977 ഓഗസ്റ്റ് 20-ന് AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിനായി ഭൂമി അനുവദിച്ചത്. അന്ന് അനുവദിച്ചത് 15 സെന്റ് ഭൂമി മാത്രമാണെങ്കിലും സർവകലാശാലയുടെ 55 സെന്റ് ഭൂമി CPM കൈവശമുണ്ടെന്ന വിവരാവകാശ രേഖ നിർണായകമാണ്. ഭൂമി അനുവദിച്ച ഉത്തരവിന്റെ പകർപ്പ് കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ല എന്നതാണ് വസ്തുത. അനധികൃതമായി കൈവശം വച്ചിട്ടുള്ള ഭൂമിയിൽ തണ്ടപ്പേര് പിടിക്കാത്തതിനാൽ പലപ്പോഴും പുറമ്പോക്ക് ഭൂമിയായി വഞ്ചൂർ വില്ലേജ് ഓഫീസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമൂലം വസ്തുതർക്കം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടുമില്ല. എന്നാൽ 10.33 ലക്ഷം രൂപ കോർപ്പറേഷന് കെട്ടിട നികുതിയായി പ്രതിവർഷം അടയ്ക്കുന്നുമുണ്ട്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും TC നമ്പർ അനുവദിച്ചതും കെട്ടിട നികുതി സ്വീകരിച്ചതും ഗുരുതരമായ കൃത്യവിലോപമാണെന്നും ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ വൈസ് ചാൻസലർ നടപടിയിലേക്ക് കടക്കുകയായിരുന്ന യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലമാണ് നൽകിയതെന്ന് അടക്കമുള്ള രേഖകൾ സർവകലാശാലയിൽ ഉണ്ടാകുമെന്നും അതുൾപ്പെടെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശമെന്നും VC പറയുന്നു. സ്ഥലം നൽകിയതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം എല്ലാ രേഖകളും സഹിതം എടുത്തു ചേരുന്ന സിൻഡിക്കേറ്റിൽ വിഷയം അവതരിപ്പിക്കും. സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടതെന്നും VC പറയുന്നു. ഈ വിവാദത്തിൽ ഇടത് അനുകൂല സിൻഡിക്കേറ്റ് വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നത് നിർണായകമാണ്. പഴയ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിൽ
40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നതാണെന്ന് വിവരാവകാശ രേഖയിൽ വ്യക്തമായതായാണ് ചൂണ്ടിക്കാട്ടുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത് ഇപ്പോഴും റവന്യൂ രേഖകളിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയായി തുടരുന്ന ഈ സ്ഥലത്തിന് കരം ഒടുക്കിയിട്ടില്ല എന്നും സർവേ വകുപ്പിൽ നിന്നും മഞ്ചൂർ വില്ലേജ് ഓഫീസിൽ നിന്നും രേഖകൾ ലഭിച്ചതായും കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. CPM കയ്യേറിയിരിക്കുന്ന സർവകലാശാല വക ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് കമ്മിറ്റി ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന AKG പഠന ഗവേഷണ കേന്ദ്രം കേന്ദ്ര സർക്കാരും കേരള സർവകലാശാലയും നൽകിയ ഭൂമിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. തണ്ടപ്പേർ രജിസ്റ്റർ പ്രകാരം പ്രസ്തുത ഭൂമി പുറമ്പോക്കാണെന്ന് മഞ്ചൂർ വില്ലേജ് ഓഫീസറുടെ മറുപടി പുറത്തു വന്നതാണ് വീണ്ടും വിവാദമുണ്ടാകാൻ കാരണം. സർവകലാശാലയുടെ 55 സെന്റ് ഭൂമി AKG പഠന ഗവേഷണ കേന്ദ്രം കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഫോറം ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഗവർണറിൽ നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ തീരുമാനം. ഭൂമി വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ നേരത്തെയും ശ്രമമുള്ളതിനാലാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു വേണ്ടി CPM പുതിയ സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചത്. നേരത്തെ AKG സെന്റർ എന്നറിയപ്പെടുന്ന പഠന കേന്ദ്രത്തിന് മുന്നിൽ പുതിയ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വർഷങ്ങളായുള്ള ഭൂമി തർക്കത്തിൽ കൂടുതൽ നിലപാടുമായി യൂണിവേഴ്സിറ്റി രംഗത്തെത്തുകയാണ്. മാത്രമല്ല ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് 15 സെന്റ് ഭൂമി ഒഴികെ ബാക്കിയുള്ളവ കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇനി എന്തായാലും ഇക്കാര്യത്തിൽ ഗവർണറും പിണറായി വിജയനും തമ്മിലുള്ള നിലപാട് എന്താകും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം കാലാകാലങ്ങളായി നേരത്തെ ഒന്നുമില്ലാത്ത ഒരു കീഴ്വഴക്കം നേരത്തെ ഉണ്ടായിരുന്നു. ബംഗാളിൽ മമതാ ബാനർജി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇപ്പോൾ രാജിവെച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആയിരുന്നു അവിടെ ഗവർണർ. മമതാ ബാനർജിയും ജഗദീപ് ധൻഖറും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആനന്ദ ബോസാണ് അവിടുത്തെ ഗവർണർ. ആനന്ദ ബോസുമായും മമതാ ബാനർജിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും ഗവർണർ ഭരണഘടനാ തലവനാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് ഇവർ തമ്മിൽ ഒരു പോര് എന്നതിനപ്പുറം വലിയ സൗഹൃദപരമായി മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് ഗവർണർ പദവിയിലേക്ക് വന്നതിന് ശേഷമാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു തുറന്ന പോരിന് തുടക്കമായത്. ഗവർണർ SFIയുടെ ബോയ്ക്കോട്ട് വിളിയിൽ ഗവർണർ കൊല്ലത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, കസേരയിൽ ഇരിക്കുന്നു. ഈ SFI പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഗവർണർ അവിടെ നിന്ന് എഴുന്നേക്കൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. കേന്ദ്രത്തിൽ വിളിക്കുന്നു. അങ്ങനെ ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ രീതിയിലുള്ള വഴിത്തിരിവ് നമ്മൾ അവിടെ കണ്ടു. പിന്നീട് 17 SFI പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തത് നമുക്ക് കണ്ടതാണ്. അതിനുശേഷം ആർലേക്കർ വന്നു. തുടക്കത്തിലൊക്കെ ആർലേക്കർ കറ കളഞ്ഞ ഒരു RSSകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അല്ല. അദ്ദേഹം RSSൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം വന്നതിന് ശേഷം ഗവർണറുമായി സർക്കാരുമായി നല്ല രീതിയിലുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാർ ഇപ്പോൾ പിണറായി വിജയനും ഭാര്യയും രാജ്ഭവനിൽ ചെന്ന് ഗവർണറെ കാണുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് അവർ തമ്മിലുള്ള എന്താ പറയുക അടുപ്പം കുറഞ്ഞു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അടുപ്പം പിന്നീട് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരുത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് ഇത്തരത്തിലുള്ള പോരുകൾ മുറുകുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളത് എന്തായാലും കണ്ടു തന്നെ അറിയാം. AKG സെന്റർ യൂണിവേഴ്സിറ്റിക്ക് പോകുമോ?